നമസ്കാരം. ന്യൂസ് 18 എക്സ്പ്രസിലേക്ക്. ലോകത്ത് പുതുവർഷം പിറന്നു. പസഫിക് ദ്വീപുകളിലാണ് ആദ്യം പുതുവർഷം എത്തിയത്. കോവിഡ് പ്രതിസന്ധിക്കിടയിലും പുതിയ വകഭേദത്തിന്റെ ആശങ്കയിലും 2021 വരവേൽക്കുകയാണ് ലോകം. ന്യൂസിലാൻഡിലെ ഓക്ലൻഡിൽ 5 മിനിറ്റ് ആഘോഷ പരിപാടി സംഘടിപ്പിച്ചു. പുതുവത്സരത്തെ വരവേൽക്കാൻ ഒരുങ്ങി കേരളം. എന്നാൽ കോവിഡ് വ്യാപന പശ്ചാത്തലത്തിൽ ആഘോഷ പരിപാടികൾക്ക് കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തി. രാത്രി 10 മണിക്ക് ശേഷം ആഘോഷങ്ങൾക്ക് അനുമതിയില്ല. ആഘോഷങ്ങളിൽ മാസ്കും സാമൂഹിക അകലവും നിർബന്ധം. ഇന്ന് രാത്രി പൊതുപരിപാടികൾ സംഘടിപ്പിക്കാൻ പാടില്ലെന്നും സർക്കാർ നിർദ്ദേശം. നിയന്ത്രണങ്ങൾ ലംഘിച്ചാൽ കർശന നടപടി സ്വീകരിക്കും. എല്ലാ ജില്ലകളിലും നിയന്ത്രണങ്ങൾ നടപ്പാക്കുന്നതായി ഉറപ്പുവരുത്തണമെന്ന് പോലീസ് മേധാവികൾക്കും കലക്ടർമാർക്കും സർക്കാർ നിർദ്ദേശം നൽകി. പുതുവത്സരാഘോഷങ്ങൾ രാത്രി 10 മണിക്ക് മുൻപ് അവസാനിപ്പിക്കണമെന്ന നിർദ്ദേശത്തിൽ നിന്ന് ആരാധനാലയങ്ങളെ ഒഴിവാക്കണമെന്ന് KC ജോസഫ് MLA. ക്രൈസ്തവ ദേവാലയങ്ങളിൽ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് നടക്കുന്ന ആരാധന ആഘോഷമല്ല. ദുരന്ത നിവാരണ വകുപ്പ് പുറപ്പെടുവിച്ച ഉത്തരവിൽ വ്യക്തത വരുത്തണമെന്നും KC ജോസഫ്. നിയമസഭയിൽ BJPയെ വീണ്ടും വെട്ടിലാക്കി O രാജഗോപാൽ. കർഷക നിയമത്തിനെതിരായ പ്രമേയത്തെ പിന്തുണച്ച് MLA. സഭയുടെ പൊതു അഭിപ്രായം മാനിച്ചാണ് നിലപാടെന്ന് വിശദീകരണം. എന്നാൽ കാർഷിക നിയമത്തെ എതിർക്കുന്നില്ലെന്നും O രാജഗോപാൽ. O രാജഗോപാൽ പറഞ്ഞത് എന്താണെന്ന് പരിശോധിച്ച ശേഷം പാർട്ടി നിലപാട് വ്യക്തമാക്കുമെന്ന് K സുരേന്ദ്രൻ. കേന്ദ്ര സർക്കാരും പ്രധാനമന്ത്രിയും ചേർന്നാണ് കാർഷിക നിയമം രൂപീകരിച്ചതെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ. O രാജഗോപാൽ പറഞ്ഞത് എന്താണെന്ന് പരിശോധിക്കണമെന്ന് PK കൃഷ്ണദാസ്. പഠിച്ച് പരിശോധിച്ച് പറയാം. BJPയുടെ ഭാഗത്തുനിന്ന് പ്രതികരണം ഉണ്ടാകും. O രാജഗോപാൽ മുതിർന്ന നേതാവെന്നും അദ്ദേഹത്തെ പാർട്ടി പഠിപ്പിക്കേണ്ടതില്ലെന്നും PK കൃഷ്ണദാസ്. രാജഗോപാലിന്റെ നിലപാട് സ്വാഗതാർഹമെന്ന് KC ജോസഫ് MLA. ചർച്ചയുടെ അന്തസ്സത്തെയും മനസ്സിലാക്കുന്ന നിലപാടാണ് രാജഗോപാൽ സ്വീകരിച്ചത്. മുഖ്യമന്ത്രിയും സർക്കാരും BJPയെ ഭയപ്പെടുന്നുവെന്നും പ്രധാനമന്ത്രി എന്ന പേര് പരാമർശിക്കാത്തത് അതുകൊണ്ടാണെന്നും KC ജോസഫ്. O രാജഗോപാലിനെ അനുമോദിച്ച് സ്പീക്കർ PS ശ്രീരാമകൃഷ്ണൻ. കാർഷിക നിയമത്തിനെതിരായ പ്രമേയത്തെ പിന്തുണച്ച രാജഗോപാലിന്റെ നിലപാട് മികച്ച മാതൃകയാണെന്ന് സ്പീക്കർ. നിയമസഭയിലെ നിലപാട് വിവാദമായതോടെ വിശദീകരണവുമായി O രാജഗോപാൽ. പ്രമേയത്തെ ശക്തമായി എതിർത്തുവെന്ന് MLA. വോട്ടെടുപ്പ് സമയത്ത് പ്രമേയത്തിന് അനുകൂലിക്കുന്നവരെയും പ്രതികൂലിക്കുന്നവരെയും വേർതിരിച്ച് സ്പീക്കർ ചോദിച്ചില്ല. ഇത് കീഴ്വഴക്കങ്ങളുടെ ലംഘനമാണെന്നും രാജഗോപാൽ പ്രസ്താവനയിൽ അറിയിച്ചു. കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന 3 വിവാദ കാർഷിക നിയമങ്ങളും റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി അവതരിപ്പിച്ച പ്രമേയം പാസാക്കി നിയമസഭ. രാജ്യത്തെ കർഷക സമരം ഐതിഹാസികമെന്ന പ്രമേയത്തിൽ. കർഷക പ്രക്ഷോഭം തുടർന്നാൽ കേരളം പട്ടിണിയിലാകുമെന്നും മുഖ്യമന്ത്രി. പ്രധാനമന്ത്രി നേരിട്ട് ചർച്ച നടത്തണമെന്ന ആവശ്യം കൂടി പ്രമേയത്തിൽ ഉൾപ്പെടുത്തണമെന്ന ഭേദഗതി നിർദ്ദേശിച്ച് പ്രതിപക്ഷം. സഭാ സമ്മേളനത്തിന് അനുമതി നിഷേധിച്ച ഗവർണറുടെ നടപടി ജനാധിപത്യ വിരുദ്ധമാണെന്നും പ്രതിപക്ഷം. കർഷക നിയമം സംസ്ഥാന സർക്കാരുകളുടെ അധികാരത്തിനു മേലുള്ള കടന്നുകയറ്റമാണെന്ന് ചർച്ചയിൽ പങ്കെടുത്ത ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ. പ്രധാനമന്ത്രി കർഷകരുമായി നേരിട്ട് ചർച്ച നടത്തണമെന്ന പ്രതിപക്ഷത്തിന്റെ ഭേദഗതി വോട്ടിനിട്ട് തള്ളി നിയമസഭ. നിയമസഭയിൽ ഗവർണർക്കെതിരെ രൂക്ഷ വിമർശനവുമായി സർക്കാരും പ്രതിപക്ഷവും. ഭൂരിപക്ഷമുള്ള സർക്കാർ ശുപാർശ ചെയ്താൽ സഭ വിളിച്ചു ചേർക്കുന്ന കാര്യത്തിൽ ഗവർണർക്ക് വിവേചന അധികാരമില്ലെന്നും മുഖ്യമന്ത്രി. തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന്റെ ഉപദേശം അനുസരിച്ച് പ്രവർത്തിക്കേണ്ട ആളാണെന്നും ഗവർണറെ ഓർമ്മിപ്പിച്ച് മുഖ്യമന്ത്രി. ഗവർണറുടെ നടപടി ജനാധിപത്യ വിരുദ്ധമാണെന്ന് പ്രതിപക്ഷം. എന്നാൽ ശക്തമായ നിലപാട് സ്വീകരിക്കേണ്ട സർക്കാർ ഗവർണറുടെ കാലുപിടിച്ചത് ശരിയായില്ലെന്നും KC ജോസഫ്. ഗവർണറുമായി സർക്കാർ വഴക്കിനു പോകുന്നത് നല്ലതല്ലെന്ന് KV ഗണേഷ് കുമാർ. ആ മാന്യതയാണ് മുഖ്യമന്ത്രി കാണിച്ചത്. കർഷകർക്ക് മാത്രമല്ല ഉപഭോക്താക്കൾക്കും അപകടകരമായ സാഹചര്യം ഉണ്ടാകുന്ന നിയമമാണിതെന്നും KV ഗണേഷ് കുമാർ. കൃഷി കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിലാക്കാനാണ് ശ്രമമെന്ന് റവന്യൂ മന്ത്രി ചന്ദ്രശേഖരൻ. അത് അനുവദിച്ചു കൊടുക്കാനാകില്ലെന്നും മന്ത്രി.
കർഷകരോടും രാജ്യത്തോടും കേന്ദ്ര സർക്കാർ ചെയ്യുന്നത് വലിയ നന്ദികേടാണെന്ന് മുസ്ലിം ലീഗ്. ജനവികാരം മാനിച്ച് മുന്നോട്ടു പോകാൻ കേന്ദ്ര സർക്കാരിനെ നിർബന്ധിതമാക്കാൻ നിയമസഭയുടെ പ്രത്യേക സമ്മേളനത്തിലൂടെ സാധിക്കണമെന്ന് PA അഹമ്മദ് കബീർ. കേന്ദ്ര സർക്കാർ ഫെഡറൽ തത്വങ്ങൾ ലംഘിക്കുന്നുവെന്ന് മാത്യു ടി തോമസ്. കർഷക വിരുദ്ധ നയങ്ങൾ ആദ്യം നടപ്പിലാക്കിയത് UPA സർക്കാരാണെന്നും വിമർശനം. അത്യന്തം ഭയാനകമായ സാഹചര്യമാണ് പുതിയ നിയമം ഉണ്ടാക്കുന്നതെന്ന് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ. രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കുമേലുള്ള കടന്നുകയറ്റമാണെന്നും മന്ത്രി. ഇന്ത്യൻ കർഷക സംസ്കാരത്തിന്റെ മരണമാണ് കാർഷിക നിയമത്തിലൂടെ സംഭവിക്കുന്നതെന്ന് മാണി സി കാപ്പൻ. കേന്ദ്ര നിയമങ്ങൾ ഏറ്റവും രൂക്ഷമായി ബാധിക്കുന്നത് കേരളത്തെയാണെന്ന് PJ ജോസഫ്. സംസ്ഥാനത്തിന്റെ അധികാരത്തിനു മേലുള്ള കടന്നുകയറ്റമാണെന്നും കുറ്റപ്പെടുത്തി. ഗവർണർക്കെതിരെ വിമർശനവുമായി അനൂപ് ജേക്കബ്. സഭ ചേരാൻ അനുമതി നൽകാത്ത ഗവർണർക്കെതിരെ പ്രതിഷേധം രേഖപ്പെടുത്തണമെന്നും ആവശ്യം. കാർഷിക നിയമത്തെ എതിർത്ത് കോവൂർ കുഞ്ഞുമോൻ MLA. കേന്ദ്രത്തിന്റെ പുതിയ കാർഷിക നിയമം രാജ്യത്തിന് അപമാനമെന്ന് കോവൂർ കുഞ്ഞുമോൻ. പ്രത്യേക നിയമസഭാ സമ്മേളനം അനാവശ്യവും അപ്രസക്തവുമെന്ന് K സുരേന്ദ്രൻ. കേരളത്തെ ബാധിക്കുന്നതല്ല നിയമം, ജനങ്ങളുടെ രാഷ്ട്രീയ ബോധത്തെ വെല്ലുവിളിക്കുന്നതാണെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ. നിയമസഭ വിളിച്ചു ചേർത്തതിന്റെ ചെലവ് CPM ഏറ്റെടുക്കണമെന്നും K സുരേന്ദ്രൻ. സാമ്പത്തികമായി വലിയ ഞെരുക്കം അനുഭവിക്കുന്ന സാഹചര്യത്തിൽ എന്തിനാണ് ധൂർത്ത്? NDAക്കെതിരെ LDF UDF കൈകോർക്കാനുള്ള പ്ലാറ്റ്ഫോം ഒരുങ്ങുകയായിരുന്നു പ്രത്യേക നിയമസഭാ സമ്മേളനത്തിന്റെ ലക്ഷ്യമെന്നും ആരോപണം. കാർഷിക നിയമത്തിനെതിരെ പാസാക്കിയ നടപടി അഭിനന്ദനീയമെന്ന് CPM കേന്ദ്ര നേതൃത്വം. കാർഷിക നിയമം രാജ്യത്തിന് ആപത്താണെന്നും CPM കർഷകർക്കൊപ്പമാണെന്നും സീതാറാം യെച്ചൂരി. കാർഷിക നിയമത്തിൽ BJPക്കുള്ളിൽ തന്നെ ശക്തമായ അഭിപ്രായ ഭിന്നത ശക്തം. O രാജഗോപാൽ പ്രമേയത്തെ പിന്തുണച്ചതിൽ BJP അഭിപ്രായം വ്യക്തമാക്കണമെന്നും യെച്ചൂരി. കർഷക സമരം 36-ാം ദിവസം. പുതിയ കാർഷിക നിയമത്തിനെതിരെ സമരം തുടരുന്ന കർഷകരുമായി ജനുവരി 4-ന് കേന്ദ്ര സർക്കാർ വീണ്ടും ചർച്ച നടത്തും. ഭാവി പരിപാടികൾ കർഷക നേതാക്കൾ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കും. സമരത്തിനിടെ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്നും ആവശ്യം. കർഷക പ്രതിഷേധത്തിനിടെ രാജസ്ഥാൻ ഹരിയാന അതിർത്തിയിൽ സംഘർഷം. ഷാജഹാൻപൂരിൽ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. കർഷകർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചു. ബജറ്റ് സമ്മേളനം 8 മുതൽ 28 വരെ ചേരാൻ മന്ത്രിസഭാ തീരുമാനം. 8-ന് നയപ്രഖ്യാപന പ്രസംഗം നടക്കും. 15-ന് ബജറ്റ്. നെയ്യാറ്റിൻകരയിൽ കുടിയൊഴിപ്പിക്കലിനിടെ പൊള്ളലേറ്റ് മരിച്ച രാജന്റെയും അമ്പിളിയുടെയും മക്കളെ പൂർണ്ണമായും സർക്കാർ ഏറ്റെടുക്കും. മക്കൾക്ക് വീടും സ്ഥലവും നൽകാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. 5 ലക്ഷം വീതം 2 മക്കൾക്കും സാമ്പത്തിക സഹായം നൽകും. ഇളയകുട്ടി രഞ്ജിത്തിന്റെ വിദ്യാഭ്യാസ ചെലവും സർക്കാർ ഏറ്റെടുക്കും. മൂത്തകുട്ടിക്ക് ജോലി ആവശ്യമെങ്കിൽ അതും പരിഗണിക്കും. ആരോഗ്യമന്ത്രി KK ശൈലജ കുട്ടികളെ വീട്ടിലെത്തി സന്ദർശിച്ചു. ഇപ്പോൾ താമസിക്കുന്ന ഭൂമിയിൽ വീട് വയ്ക്കുന്ന കാര്യം നിയമവശങ്ങൾ പരിശോധിച്ച ശേഷം തീരുമാനിക്കുമെന്ന് ആരോഗ്യമന്ത്രി. നെയ്യാറ്റിൻകരയിൽ തീ കൊളുത്തി മരിച്ച രാജന്റെയും അമ്പിളിയുടെയും മക്കൾക്ക് KPCCയുടെ അടിയന്തര സാമ്പത്തിക സഹായം കൈമാറി. KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ നിർദ്ദേശപ്രകാരം ജനറൽ സെക്രട്ടറി KP അനിൽകുമാറാണ് 1 ലക്ഷം രൂപ കൈമാറിയത്. നെയ്യാറ്റിൻകരയിലെ രാജൻ അമ്പിളി ദമ്പതികളുടെ വീട് മുഖ്യമന്ത്രി സന്ദർശിക്കണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ. എല്ലാവർക്കും വീട് നൽകിയെന്നുള്ള പൊള്ളയായ വാഗ്ദാനങ്ങളാണ് പൊളിഞ്ഞതെന്നും കുറ്റപ്പെടുത്തി. കഴക്കൂട്ടം സൈനിക് നഗറിൽ സ്ത്രീയും 3 പെൺമക്കളും അടങ്ങിയ കുടുംബത്തെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. മാരകായുധങ്ങളുമായി എത്തിയ സംഘം ഇവർ താമസിച്ചിരുന്ന ഷെഡ് പൊളിച്ചുമാറ്റി. ഇക്കഴിഞ്ഞ 17-നായിരുന്നു സംഭവം. കഴക്കൂട്ടത്ത് സ്ത്രീയെയും മക്കളെയും വീട്ടിൽ നിന്ന് ഇറക്കിവിട്ട സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുമെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. പൊളിച്ചുകളഞ്ഞ ഷെഡ് പുനഃസ്ഥാപിക്കുമെന്നും കടകംപള്ളി. ഇതര സംസ്ഥാന ലോട്ടറികൾക്ക് കേരളത്തിൽ വിൽപ്പന അനുമതി നൽകിയ ഹൈക്കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകാൻ ഒരുങ്ങി സർക്കാർ. 4-ാം തീയതി ഡിവിഷണൽ ബെഞ്ചിനെ സമീപിക്കുമെന്ന് ധനമന്ത്രി തോമസ് ഐസക്. ലോട്ടറി മാഫിയയുടെ നീക്കങ്ങളെ ഗൌരവത്തോടെയാണ് കാണുന്നത്. അപ്പീൽ നൽകും വരെ കേരളത്തിൽ കച്ചവടം നടത്താൻ അനുവദിക്കില്ല. ലോട്ടറി മാഫിയയ്ക്ക് BJP സഹായമുണ്ടെന്നും ധനമന്ത്രി. സ്വർണ്ണക്കടത്ത് കേസിൽ അസിസ്റ്റന്റ് പ്രോട്ടോകോൾ ഓഫീസർ ഹരികൃഷ്ണനെ കസ്റ്റംസ് ചോദ്യം ചെയ്യും. ജനുവരി 2-ന് കൊച്ചിയിലെ കസ്റ്റംസ് ഓഫീസിലെത്താൻ നോട്ടീസ് നൽകി. രേഖകളും കൊണ്ടുവരണം. നടപടി സ്വപ്നയുടെയും സരിത്തിന്റെയും രഹസ്യമൊഴിയുടെ അടിസ്ഥാനത്തിൽ. നേരത്തെ 2 തവണ വിളിച്ചു വരുത്തിയിരുന്നു.
തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള അധ്യക്ഷ സ്ഥാനത്തേക്ക് LDF-ന് UDF നിരുപാധിക പിന്തുണ നൽകിയെന്ന് കെ സുരേന്ദ്രൻ. രമേശ് ചെന്നിത്തലയുടെ പഞ്ചായത്തിൽ പോലും LDF-ന് UDF വോട്ട് ചെയ്തു. രമേശ് ചെന്നിത്തലയുടെ അറിവോടെയാണ് ഇതെന്നും ചെന്നിത്തല പ്രതിപക്ഷ സ്ഥാനം രാജിവെക്കണമെന്നും സുരേന്ദ്രൻ. റാന്നി പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭ ചാർലിയെ LDF-ൽ നിന്ന് പുറത്താക്കി. BJP പിന്തുണയോടെ അധികാരത്തിലെത്തിയ ശോഭയോട് രാജിവെക്കാൻ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും തയ്യാറായിരുന്നില്ല. കാസർഗോഡ് ജില്ലാ കോൺഗ്രസ് അധ്യക്ഷനെതിരെ പാർട്ടിക്കകത്ത് ഉയരുന്ന കലാപം അന്വേഷിക്കാൻ KPCC നിയോഗിച്ച സംഘം നാളെ ജില്ലയിലെത്തും. അന്വേഷിക്കുന്നത് KPCC ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് സോണി സെബാസ്റ്റ്യനും അഡ്വക്കേറ്റ് സജി ജോസഫും അടങ്ങിയ സംഘം. നേതാക്കളിൽ നിന്ന് വിവരങ്ങൾ ലഭിച്ച ശേഷം സംഘം KPCC അധ്യക്ഷന് റിപ്പോർട്ട് നൽകും. പത്തനംതിട്ട അടൂരിൽ വാടക കെട്ടിടവുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ ഇടപെട്ട പോലീസുകാരെ കയ്യേറ്റം ചെയ്ത് വസ്ത്രശാലയിലെ ജീവനക്കാർ. 6 പേർ അറസ്റ്റിലായി. വസ്ത്രശാല ഉടമ ഒളിവിലാണ്. മർദ്ദനത്തിനിരയായ ASI KB അജി ആശുപത്രിയിൽ ചികിത്സയിലാണ്. തൃശൂർ കുതിരാനിൽ വാഹനങ്ങൾ കൂട്ടിയിടിച്ച് 3 മരണം. 3 പേരുടെ നില അതീവ ഗുരുതരം. അപകടം നിയന്ത്രണം വിട്ട ചരക്ക് ലോറി മറ്റു വാഹനങ്ങളിലിടിച്ചു. അപകടം കുതിരാൻ ദേശീയപാതയിൽ പീച്ചി വഴക്കുംപാറയ്ക്ക് സമീപം. രാവിലെ 6:30യോടെയായിരുന്നു സംഭവം. പരിക്കേറ്റ അപകടത്തിനിടെ 2 ബൈക്കുകളിലേക്കും 2 കാറുകളിലേക്കും ഒരു മിനി ലോറിയിലേക്കും പാഞ്ഞുകയറി ചരക്ക് ലോറി. തൃശൂർ പാലക്കാട് ദേശീയപാതയിൽ ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ചു. പെരുമ്പാവൂർ ചേലാമറ്റത്ത് ഒരു കുടുംബത്തിലെ 4 പേർ മരിച്ച നിലയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് പാറപ്പുറത്തുകൂടി വീട്ടിൽ ബിജു, ഭാര്യ അമ്പിളി, മക്കളായ ആദിത്യൻ, അർജുൻ എന്നിവരെ. സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നുവെന്നും അതിനെ തുടർന്നാണ് ആത്മഹത്യയെന്നും പോലീസിന്റെ പ്രാഥമിക നിഗമനം. സാമ്പത്തിക ബാധ്യത വ്യക്തമാക്കിക്കൊണ്ടുള്ള കുറിപ്പ് വീട്ടിൽ നിന്ന് പോലീസ് കണ്ടെടുത്തു. ബിജു നടത്തിയിരുന്ന ചിട്ടി അടുത്ത കാലത്ത് നഷ്ടത്തിലായിരുന്നു. മരിച്ച നിലയിൽ കണ്ടെത്തിയത് അയൽവാസികൾ വീട്ടിലെത്തി പരിശോധിച്ചപ്പോൾ. ആഹ്ലാദത്തിന്റെ പിറ്റേന്ന് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച പഞ്ചായത്ത് പ്രസിഡന്റ്. ആത്മഹത്യാ ശ്രമം നടത്തിയത് മലപ്പുറം തേഞ്ഞിപ്പലം പഞ്ചായത്ത് പ്രസിഡന്റ് P. വിജിത്ത്. വിജിത്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. വിജിത്ത് പഞ്ചായത്ത് പ്രസിഡന്റായി സ്ഥാനമേറ്റത് ഇന്നലെ. വിജിത്ത് ജയിച്ചതും പിന്നീട് പ്രസിഡന്റായതും മുസ്ലിം ലീഗിന്റെ SC വിഭാഗം സംവരണ സ്ഥാനാർത്ഥിയായാണ്. മാനസിക സംഘർഷം ആത്മഹത്യാ ശ്രമത്തിന് കാരണമായെന്ന് സൂചന. വാഗമണ്ണിൽ പെൺകുട്ടികളെ കൊണ്ടുവന്ന് മയക്കുമരുന്ന് സംഘം നിശാ പാർട്ടി നടത്തിയെന്ന് കെ സുരേന്ദ്രൻ. ഭരണകക്ഷിയിലെ നേതാക്കൾക്ക് അടുത്ത ബന്ധമുള്ള റിസോർട്ടിലാണ് പാർട്ടി നടന്നത്. സ്ഥാപന ഉടമയെ അറസ്റ്റ് ചെയ്തിട്ടില്ല. അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുവെന്നും ബംഗളൂരു മയക്കുമരുന്ന് കേസുമായി ബന്ധമുണ്ടോ എന്ന് സർക്കാർ അന്വേഷിക്കുന്നില്ലെന്നും ആരോപണം. CBSE 10-12 ക്ലാസുകളുടെ ബോർഡ് പരീക്ഷാ തീയതി ഇന്ന് പ്രഖ്യാപിക്കും. പ്രഖ്യാപനം അല്പസമയത്തിനകം. കോവിഡ് വ്യാപനത്തെ തുടർന്ന് എല്ലാ വർഷത്തെയും പോലെ പരീക്ഷ ഫെബ്രുവരിയിൽ ഉണ്ടായേക്കില്ല. KSRTCയിൽ അംഗീകൃത തൊഴിലാളി സംഘടനകളെ നാളെ അറിയാം. ഹിതപരിശോധന പൂർത്തിയായി. വോട്ടെണ്ണൽ എറണാകുളം ലേബർ ഓഫീസിൽ. KSRTC 100 യൂണിറ്റുകളിൽ നടന്ന വോട്ടെടുപ്പിൽ 97.73% പോളിംഗ്. ആകെ 27,471-ൽ 26,848 പേരും വോട്ട് രേഖപ്പെടുത്തി. 15% വോട്ട് കിട്ടുന്ന സംഘടനകളെ അംഗീകൃത ട്രേഡ് യൂണിയനുകളാക്കും. 10+2 ക്ലാസുകളിലെ കുട്ടികൾക്ക് നാളെ സ്കൂൾ തുറക്കും. സംസ്ഥാനത്ത് സ്കൂൾ തുറക്കുന്നത് 286 ദിവസങ്ങൾക്ക് ശേഷം. 8 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ സ്കൂളിലേക്ക്. കുട്ടികൾ സ്കൂളിലെത്തുന്നത് രക്ഷിതാക്കളുടെ സമ്മതപത്രവുമായി. ആദ്യത്തെ ആഴ്ച ഒരു ബെഞ്ചിൽ ഒരു കുട്ടി എന്ന നിലയിൽ ക്ലാസുകൾ ക്രമീകരിക്കും. 10+2 ക്ലാസുകളിൽ 300-ലധികം കുട്ടികളുള്ള സ്കൂളുകളിൽ 25% പേരെ മാത്രമേ ഒരു സമയം അനുവദിക്കൂ. ആദ്യ ആഴ്ച ക്ലാസുകൾ രാവിലെ 3 മണിക്കൂർ, ഉച്ചയ്ക്ക് ശേഷം 3 മണിക്കൂർ എന്നിങ്ങനെ 2 ഘട്ടങ്ങളായി. മാസ്ക്, സാനിറ്റൈസർ, സോപ്പ് എന്നിവ സ്കൂളിൽ സജ്ജീകരിക്കും. ഒന്നിച്ചിരുന്ന് ആഹാരം കഴിക്കരുത്. കുടിവെള്ളവും പങ്കുവയ്ക്കരുതെന്ന് നിർദ്ദേശം. സ്കൂൾ തുറക്കുന്നതിനുള്ള സർക്കാരിന്റെ മാർഗനിർദ്ദേശങ്ങൾ അപ്രായോഗികമെന്ന് പ്രതിപക്ഷ അധ്യാപക സംഘടനകൾ. പൊതുഗതാഗതത്തെ ആശ്രയിച്ച് സ്കൂളിലെത്തുന്ന വിദ്യാർത്ഥികൾക്ക് സാമൂഹിക അകലം എങ്ങനെ സാധ്യമാകുമെന്ന ആശങ്ക. ഓരോ ബാച്ചുകളും 15 പേരുള്ള ഗ്രൂപ്പുകളായി മാറ്റപ്പെടുന്നതും ബുദ്ധിമുട്ടുണ്ടാക്കും. പരീക്ഷയ്ക്ക് ചോദിക്കുന്ന പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തി ഫോക്കസ് പോയിന്റുകൾ അധ്യാപകർക്ക് ഇതുവരെ ലഭ്യമാക്കിയിട്ടില്ലെന്നും AHSTA.
മകരവിളക്കിനോടനുബന്ധിച്ച് നട തുറന്നതോടെ ശബരിമലയിലേക്ക് തീർത്ഥാടകരെത്തി. പ്രതിദിനം 5000 തീർത്ഥാടകർക്ക് മാത്രം ദർശനം. പ്രവേശനം കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് മാത്രം. തീർത്ഥാടകരെ കയറ്റിവിടുന്നത് നിലയ്ക്കൽ, പമ്പ, നടപ്പന്തൽ എന്നിവിടങ്ങളിലെ കർശന പരിശോധനയ്ക്ക് ശേഷം. ഉദ്യോഗസ്ഥർക്കും മാധ്യമപ്രവർത്തകർക്കും പരിശോധന ബാധകം. 3 കീഴ്ശാന്തിമാർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതിനാൽ മേൽശാന്തി ജയരാജ് പോറ്റി അടക്കമുള്ളവർ നിരീക്ഷണത്തിൽ. കാസർഗോഡ് കല്ലൂരാവിയിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകൻ അബ്ദുറഹ്മാൻ റൌഫിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികൾക്ക് വേണ്ടി കോൺഗ്രസ് ലീഗ് അഭിഭാഷക സംഘടനാ നേതാക്കൾ ഹാജരായത് വിവാദത്തിൽ. പ്രതികൾക്ക് വേണ്ടി രംഗത്തെത്തിയത് ലോയേഴ്സ് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് പി നാരായണനും ലോയേഴ്സ് ഫോറത്തിന്റെ സംസ്ഥാന നേതാവ് അഡ്വക്കേറ്റ് എൻ.എ. ഖാലിദും. പ്രതികളെ പിന്തുണയ്ക്കില്ലെന്ന മുനവർ അലി തങ്ങളുടെ പ്രസ്താവനയുടെ ആത്മാർത്ഥത ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുകയാണെന്ന് കാന്തപുരം വിഭാഗം SYS കൊലപാതകികൾക്ക് മുസ്ലിം ലീഗ് കൂട്ടുനിൽക്കരുതെന്നും ആവശ്യം. അബ്ദുറഹ്മാൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. മുഖ്യപ്രതി ഇർഷാദിനെ ചോദ്യം ചെയ്യൽ തുടരുന്നു. കൊലപാതകത്തിന് ഉപയോഗിച്ച കത്തി ഇതുവരെ കണ്ടെത്താനായിട്ടില്ലെന്ന് അന്വേഷണ സംഘം. സംസ്ഥാനത്ത് പിടിമുറുക്കി ഓൺലൈൻ വായ്പാ കുരുക്ക്. ലോക്ക്ഡൌൺ കാലത്ത് ചെറിയ തുക പോലും വായ്പയെടുത്തവർ തിരിച്ചടയ്ക്കേണ്ടത് ലക്ഷങ്ങളാണ്. തിരിച്ചടവ് വൈകിയാൽ ഫോണിലൂടെ ഭീഷണി. മാനസിക സമ്മർദ്ദം കാരണം ആത്മഹത്യയെക്കുറിച്ച് പോലും ചിന്തിച്ചതായി വായ്പയെടുത്തവർ. GSTയും പ്രോസസിംഗ് ഫീസുമൊക്കെ കഴിഞ്ഞ് വായ്പയായി ലഭിച്ചത് 1 ലക്ഷം രൂപ മാത്രം. പലിശ ഉൾപ്പെടെ തിരിച്ചടയ്ക്കേണ്ടത് 3,40,000 രൂപ. വ്യക്തിഗത വിവരങ്ങളടക്കം ഓൺലൈൻ വായ്പാ സംഘം കൈക്കലാക്കിയെന്നും വായ്പയെടുത്തവർ. വായ്പ മുടങ്ങിയാൽ ഫോട്ടോസ് ഉൾപ്പെടെ ദുരുപയോഗം ചെയ്യുമെന്ന് ഭീഷണി. അടവ് മുടങ്ങിയാൽ പ്രതിദിനം 400 രൂപ വരെ പലിശ ഈടാക്കും. ഹിന്ദിയിലാണ് ഭീഷണിയെന്നും ഇരകൾ. ഹരിയാനയിലെ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ BJPക്ക് തിരിച്ചടി. പ്രധാന കോർപ്പറേഷനുകളായ അംബാലയിലും സോണിപത്തിലെയും ഭരണം നഷ്ടപ്പെട്ടു. പാഞ്ച്കുല കോർപ്പറേഷൻ ഭരണം നിലനിർത്തി BJP. അംബാലയിലെയും സോണിപത്തിലെയും ഭരണം പിടിച്ചെടുത്ത കോൺഗ്രസ്. കർഷക സമരങ്ങളുടെ പശ്ചാത്തലത്തിൽ ഹരിയാന കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് ഫലത്തിനുള്ളത് ഏറെ രാഷ്ട്രീയ പ്രാധാന്യം. ഡൽഹിയിൽ പൗരത്വ നിയമത്തിനെതിരെ വെടിയുതിർത്തയാൾക്ക് അംഗത്വം നൽകിയ നടപടി പിൻവലിച്ച് BJP. സമരക്കാർക്ക് നേരെ വെടിയുതിർത്ത കപിൽ ഗുർജറിന് അംഗത്വം നൽകിയ BJP നടപടി വിവാദമായിരുന്നു. ഇതേ തുടർന്നാണ് പാർട്ടി അംഗത്വം നൽകി മണിക്കൂറുകൾക്കകം നടപടിയെടുത്തത്. ഉത്തർപ്രദേശിൽ പിന്നാക്ക വിഭാഗത്തിലെ യുവാവിനെ മർദ്ദിച്ചു കൊന്ന സംഭവത്തിൽ 2 പേർ അറസ്റ്റിൽ. അറസ്റ്റിലായത് അയൽവാസികൾ. മാവിൽ നിന്ന് ഇല മോഷ്ടിച്ചു എന്നാരോപിച്ച് യുവാവിനെ മർദ്ദിച്ചെന്ന് പരാതി. രാജ്യത്ത് 5 പേർക്ക് കൂടി അതീവ കോവിഡ്. പൂനെയിൽ 4 പേർക്കും ഡൽഹിയിൽ 1 വൈറസ് ബാധ. ഇതോടെ ആകെ രോഗബാധിതർ 25ആയി. രാജ്യത്ത് കോവിഡ് വാക്സിൻ വിതരണം ഉടൻ സാധ്യമാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2021 തദ്ദേശീയ വാക്സിൻ എല്ലാവർക്കും സൗജന്യമായി നൽകാനാകും. രാജ്കോട്ട് എയിംസിന്റെ തറക്കല്ലിടൽ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു മോദി. ജനുവരി 2 മുതൽ എല്ലാ സംസ്ഥാനങ്ങളിലും കോവിഡ് വാക്സിൻ ഡ്രൈ റൺ ആരംഭിക്കും. ആരോഗ്യ മന്ത്രാലയത്തിന്റേതാണ് തീരുമാനം. രാജ്യത്ത് കോവിഡ് വാക്സിൻ അനുമതി നൽകുന്നത് തീരുമാനിക്കാൻ വിദഗ്ധ സമിതി യോഗം നാളെ. ഇന്നലെ ചേർന്ന യോഗത്തിൽ അനുകൂല തീരുമാനം പ്രതീക്ഷിച്ചിരുന്നെങ്കിലും ഉണ്ടായില്ല. വാക്സിൻ വിതരണത്തിന്റെ മുന്നോടിയായുള്ള ഡ്രൈ റൺ വിജയകരമാണെന്ന് വിദഗ്ധ സമിതി. വിവിധ സംസ്ഥാനങ്ങളിൽ വാക്സിൻ നൽകേണ്ടവരുടെ മുൻഗണനാ പട്ടികയും കേന്ദ്രത്തിന് സമർപ്പിച്ച് സർക്കാരുകൾ. ലോകത്ത് 8,29,00,000 കടന്ന് കോവിഡ് ബാധ. ഇതുവരെ മരിച്ചത് 18 ലക്ഷത്തിലധികം പേർ. ഏറ്റവും കൂടുതൽ രോഗബാധിതർ അമേരിക്കയിൽ. ന്യൂ ഇയർ ആഘോഷങ്ങളിൽ കടുത്ത ജാഗ്രത വേണമെന്ന് ലോകാരോഗ്യ സംഘടന. കോവിഡ് വ്യാപന പശ്ചാത്തലത്തിൽ ലോകത്താകെ ന്യൂ ഇയർ ആഘോഷങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി ഭരണകൂടങ്ങൾ. കോവിഡ് വാക്സിൻ വിതരണം ഏറ്റവും വേഗത്തിലാക്കുന്ന രാജ്യമായി ഇസ്രായേൽ. ഇതുവരെ മൊത്തം ജനസംഖ്യയുടെ 10%-ലേറെ പേർക്ക് വാക്സിൻ ലഭ്യമാക്കി കഴിഞ്ഞു. വാക്സിൻ വിതരണം പ്രതിദിനം 2%-ലേറെ പേർക്ക് എന്ന നിരക്കിൽ. ഇസ്രായേലിലേത് ആദ്യ വാക്സിൻ വിതരണം ആരംഭിച്ച ബ്രിട്ടനേക്കാളും ഉയർന്ന നിരക്ക്. ഇസ്രായേലിന്റെ നേട്ടം വാക്സിൻ വിതരണത്തിൽ അമേരിക്ക ഉൾപ്പെടെ വിമർശനം നേരിടുന്ന ഘട്ടത്തിൽ. യമൻ നഗരമായ ഏദനിൽ വിമാനത്താവളത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 26 പേർ കൊല്ലപ്പെട്ടു. 60-ലേറെ പേർക്ക് പരിക്ക്. തുടരെ 3 സ്ഫോടനങ്ങൾ ഉണ്ടായെന്ന് ഭരണകൂടം.
യമനിൽ നടന്നത് മോട്ടാർ ഷെല്ലും മിസൈലും ഉപയോഗിച്ചുള്ള ആക്രമണമെന്ന് പ്രാഥമിക വിലയിരുത്തൽ. ആക്രമണം സൗദി അറേബ്യയിൽ വെച്ച് ചുമതലയേറ്റ പുതിയ സർക്കാർ യമനിലെത്തിയതിന് തൊട്ടുപിന്നാലെ. ആക്രമണം ക്യാബിനറ്റ് അംഗങ്ങളെ ലക്ഷ്യമിട്ടുള്ളതെന്നും വിലയിരുത്തൽ. ഗർഭചിത്രം നിയമപരമാക്കി അർജന്റീന. ആദ്യ 3.5 മാസം വരെയുള്ള സമയങ്ങളിൽ ഗർഭചിത്രം നടത്താമെന്നാണ് വ്യവസ്ഥ. ഗർഭചിത്രം രാജ്യത്ത് നിയമപരമായി മാറിയത് സെനറ്റിൽ 29-നെതിരെ 38 വോട്ടുകൾ ലഭിച്ചതോടെ. നിയമത്തെ സ്വാഗതം ചെയ്ത് അർജന്റീനയുടെ തെരുവുകളിൽ ഇറങ്ങി നിരവധി വനിതകൾ. നീക്കത്തെ ശക്തമായി എതിർക്കുമെന്ന് കാത്തലിക് ചർച്ച്. നിലവിൽ പീഡനത്തിന് ഇരയായവർക്കോ അമ്മയുടെ ആരോഗ്യനിലയെ ഗുരുതരമായി ബാധിക്കുന്ന ഘട്ടത്തിൽ മാത്രമേ ഗർഭചിത്രത്തിന് അനുമതിയുണ്ടായിരുന്നുള്ളൂ. കേരള ടീമിൽ തിരിച്ചെത്താനായതിൽ പറഞ്ഞറിയിക്കാനാകാത്ത സന്തോഷമുണ്ടെന്ന് എസ് ശ്രീശാന്ത്. യുവനിരയ്ക്കൊപ്പം കളിക്കാനാവുന്നതിൽ ഏറെ സന്തോഷം. ഇത്രനാളും കൂടെ നിന്നവരോട് നന്ദി പറഞ്ഞു ശ്രീശാന്ത്. ഇനിയും ഏറെക്കാലം കളിക്കാനാവുമെന്നാണ് പ്രതീക്ഷയെന്ന് ക്രിസ്ത്യാനോ റൊണാൾഡോ. പ്രായം പ്രശ്നമല്ല, മനസ്സാണ് പ്രധാനമന്ത്രി റൊണാൾഡോ. നിലവിലെ ഫോമിൽ ഏറെ സന്തോഷവാനാണെന്നും പ്രതികരണം. പോർച്ചുഗലിന് വേണ്ടി ലോകകപ്പ് നേടും വരെ കളി തുടരണമെന്നാണ് ആഗ്രഹിക്കുന്നതെന്നും ക്രിസ്ത്യാനോ റൊണാൾഡോ. ഇത് ഫുട്ബോളാണ്, നാളെ എന്തും സംഭവിക്കുമെന്നറിയില്ല. താൻ കാണുന്നത് പ്രകാശപൂർണമായ ഭാവിയാണെന്നും ക്രിസ്ത്യാനോ റൊണാൾഡോ. ഗ്രാനഡയ്ക്കും സെൽറ്റ വിഗോയ്ക്കും വിജയം. കാനഡ 2-1 വലൻസിയയെ തോൽപ്പിച്ചു. വിജയ ഗോളടിച്ച് കെന്നഡിയും ജോർജ് മൊളിനയും. സെൽറ്റ വിഗോയുടെ വിജയം. വലൻസിയയ്ക്കെതിരെ 1-2 ഗോളുകൾക്ക് തോൽപ്പിച്ചു. ഇരട്ട ഗോളടിച്ച് ലാഗോ അസ്പാസ്. പോയിന്റ് പട്ടികയിൽ അത്ലറ്റിക്കോ മാഡ്രിഡ് 1-ാം സ്ഥാനത്ത് തുടരുന്നു. 14 മത്സരങ്ങളിൽ 35 പോയിന്റാണ് സമ്പാദ്യം. 2-ാം സ്ഥാനത്തുള്ള റയലിന് 16 മത്സരങ്ങളിൽ 33 പോയിന്റേയുള്ളൂ. 33 പോയിന്റോടെ പോയിന്റ് പട്ടികയിലെ 1-ാം സ്ഥാനം നിലനിർത്തി ലിവർപൂൾ. ഒരു മത്സരം കുറച്ചു കളിച്ച മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് 30 പോയിന്റുണ്ട്. ലെസ്റ്റർ സിറ്റിയാണ് 3-ാമത്. പ്രീമിയർ ലീഗിൽ ടോട്ടനം ഫുൾഹാം മത്സരം മാറ്റിവെച്ചത് ടോട്ടനം താരങ്ങൾക്ക് കോവിഡ് സ്ഥിരീകരിച്ചതിനാൽ. തീരുമാനം ഫുൾഹാമിന്റെ അഭ്യർത്ഥന പ്രകാരം മത്സരം തുടങ്ങുന്നതിന് 3 മണിക്കൂർ മുൻപ്. 8ാമത് സംസ്ഥാന സ്ക്വാഷ് ചാമ്പ്യൻഷിപ്പിൽ തിരുവനന്തപുരത്തിന്റെ പ്രാൺ പ്രവീണിന് കിരീടം. ഫൈനലിൽ നിലവിലെ ചാമ്പ്യൻ രജിൻ രാജിനെ തോൽപ്പിച്ചു. വിജയം 1-3 സെറ്റുകൾക്ക്. മൂന്നാറിലെ മാലിന്യ പ്രശ്നത്തിൽ ഇടപെട്ട് ഹൈക്കോടതി. 1 വർഷത്തിനുള്ളിൽ സെപ്റ്റേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് സ്ഥാപിക്കാൻ കോടതി നിർദ്ദേശം. തിരുവനന്തപുരം പാറശാല ചെങ്കലിൽ വീടിന് നേരെ ആക്രമണം. വീടിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന ബൈക്ക് ആക്രമികൾ കത്തിച്ചു. ചെങ്കൽ വട്ടവിട സ്വദേശി ധർമ്മരാജിന്റെ വീട്ടിലായിരുന്നു ആക്രമണം. ഇടുക്കി കാഞ്ചിയാറിൽ 200 ലിറ്റർ കോടയും 10 ലിറ്റർ ചാരായവും പിടികൂടി. ഒരാൾക്കെതിരെ കേസെടുത്തു. മൂന്നാറിന്റെ സമഗ്രമായ വികസനത്തിന് വഴിയൊരുക്കുന്ന മൂന്നാർ ഫ്ലൈ ഓവർ യാഥാർത്ഥ്യമാകുന്നു. കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി 63 കോടി രൂപ മുതൽ മുടക്കിൽ നിർമ്മിക്കുന്ന ഫ്ലൈ ഓവറിന്റെ അലൈൻമെന്റ് പരിശോധനകൾ നടത്തി. ഫാദർ മാത്യൂസ് പയ്യപ്പള്ളി രചനയും സംഗീതവും നിർവഹിച്ച നിഴൽ പോലെ എന്ന സംഗീത ആൽബം ശ്രദ്ധേയമാകുന്നു. ആൽബത്തിന്റെ സംവിധാനം ഫാദർ ബിബിൻ എഴുപ്ലാക്കൽ. നവ്യ നായർ നായികയാവുന്ന ഒരുത്തി എന്ന ചിത്രത്തിന് ക്ലീൻ യു സർട്ടിഫിക്കറ്റ്. വി കെ പ്രകാശ് ചിത്രത്തിന്റെ കഥയും തിരക്കഥയും എസ് സുരേഷ് ബാബു നിർവഹിക്കുന്നു.